learning from the portion from the book of James, Epistle of James, chapter 2. And we were learning about favoritism, right? Yeah. So we learned many things about favoritism. We got a good introduction about favoritism. And we also learned that favoritism is a sin. മുഖപക്ഷത്തെ പറ്റി നമ്മൾ അല്പം വിശദമായിട്ട് നാം ശ്രദ്ധിക്കുകയുണ്ടായി. പല കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. മുഖപക്ഷം പാപമാണെന്നും നമുക്ക് സ്ഥാപിക്കുവാനിടയായി. We learned that favoritism is nothing but a partiality, and we knew that why it is a sin, because God is an impartial God, and since we are God's children, we try to do which is something against the character of God, and it's a sin. എന്തുകൊണ്ടാണ് മുഖപക്ഷം പാപമായിരിക്കുന്നത്? മുഖപക്ഷം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു കരുതൽ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഒരാളെ പ്രത്യേകമായി കരുതുക. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, എന്തുകൊണ്ടാണ് അത് പാപമായിരിക്കുന്നത്? കാരണം ദൈവത്തിന് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് തന്റെ മക്കളും മുഖപക്ഷം കാണിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന് വിപരീതമായി അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് പാപമായി വേദപുസ്തകത്തിൽ നാം കാണുന്നു. അതുകൊണ്ട് മുഖപക്ഷം പാപമാണ്. We also saw that favoritism is dishonoring the believer and it also comes with an evil motive, a judgment with an evil motive. നമുക്കറിയാം, മുഖപക്ഷം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ നമ്മുടെ ഒരു കൂട്ടുസഹോദരിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരോട് കാണിക്കുന്ന അവഹേളനമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അത് വീണ്ടും പാപമായി നിലകൊള്ളുന്നു. Why it is? Because of an evil motive, because you don't have the true love for that person. It's just an outward expression of the person to please the person that you're showing this favoritism. മുഖപക്ഷം കാണിക്കുമ്പോൾ അതിനകത്ത് തെറ്റായ ഒരു ഉദ്ദേശമുണ്ട്. ആ തെറ്റായ ഉദ്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥമായ ശരിയായ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്ന് വരാതെ പുറമേയുള്ള എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മുഖപക്ഷം. In colloquial language, if you say in Malayalam or in Tamil, soaping, alle, that's the word. പതപ്പിക്കുക. So that is about the whole motive behind the favoritism or partiality. That is അതാണ് മുഖപക്ഷത്തിന് പിൻപിലുള്ള അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പുറമേ നിന്നുള്ള സ്നേഹം കാണിക്കുകയും അല്ലെങ്കിൽ പുറമേ നിന്ന് അവരെ ഒന്ന് സുഖിപ്പിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം കൊണ്ടാണ്. And we do that a lot, right? Sometimes the believers tend to do that based on the people who come. We took some examples and I'm not going there. ഞാൻ അതിനകത്ത് പല ഉദാഹരണങ്ങൾ നമുക്കവിടെ കാണുവാൻ ഇടയായി. സഹോദരന്മാരോട് എങ്ങനെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മുഖപക്ഷം കാണിക്കാൻ ഇടയുള്ള സാഹചര്യങ്ങൾ. And this is something that has been happening in the churches during those days, and it's still happening in our churches. We saw that also. ആദിമ നൂറ്റാണ്ടിലെ സലം സഭകളിൽ നടന്നു വന്നിരുന്ന ഒരു സംഭവ വികാസമാണ്. ഇന്നും അത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനിടയായി. Okay, on that plain note, I would like to share with you a portion or where I was reading on Mahatma Gandhi's life. You can relate that easily. So I'm just picking that example of Mahatma Gandhi. വളരെ എളുപ്പത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഈ മുഖപക്ഷത്തോടുള്ള ബന്ധമുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ വായിച്ച ഒരു ഭാഗം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. And in his autobiography, Mahatma has mentioned that he was a person who was very interested in the Bible. He was reading Bible. He has a good knowledge on the Bible. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ പറ്റി നാം ചിന്തിച്ചാൽ, തന്റെ ആ പുസ്തകത്തിൽ തന്നെ പറ്റിയുള്ള പുസ്തകത്തിൽ നാം അവിടെ വായിച്ചാൽ വേദപുസ്തകത്തെ താൻ വായിക്കുകയും അതിനകത്ത് വേദപുസ്തകം വായിക്കുന്നതിലും വേദപുസ്തകത്തിന്റെ കാര്യങ്ങളിൽ താൻ ശ്രദ്ധ ചെലുത്തുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി. In one of the portion that he has emphasized that he loved the most was love your neighbor as yourselves. അതിനകത്ത് തനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാതലായ ഒരു വിഷയം എന്ന് പറയുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. Now Mahatma Gandhi was in his student days. We know that he is a barrister, so he was in his student days. നമുക്കറിയാം, താൻ യൗവനകാലത്തിൽ തന്റെ യൗവന പ്രായത്തിലാണ് താൻ ഈ വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ വായിക്കുന്നത്. Now he knew that the caste system in India is very complicated and it's actually causing lot of problems in the country that he belongs to. ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതീയ ക്രമം എന്ന് പറയുന്നത് ഈ നാടിനെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെയും നശിപ്പിക്കാൻ തക്കവണ്ണം കെൽപ്പുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ആളുകളെ
ഒന്നായ മനുഷ്യരെ പലരായി കാണുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇന്ത്യയിലെ ജാതി സമ്പ്രദായം. That with that background, he looked at this version of this verse in the Bible and he thought for himself, how would it be that the Christians love each other so much, and they consider the other one as a neighbor and they would love as themselves. ജാതി സമ്പ്രദായത്തിൽ അടിസ്ഥിതമായ ഒരു സമൂഹത്തിൽ നിന്ന് കടന്നു വരുന്ന ഗാന്ധിജി ഇത് വായിച്ചപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ് തന്റെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് വായിച്ച് താൻ അതിശയിച്ചിട്ടുണ്ട്. And when he decided one day that he would go into a church and he wanted to attend the congregation, or he wanted to be part of that congregation, feel it, the feel in the church. അങ്ങനെയാണ് താൻ എന്നാൽ പിന്നെ ഒരു ക്രിസ്തീയ സഭയിൽ കടന്നുപോയി എങ്ങനെയാണ് അവരിത് പ്രായോഗികമാക്കുന്നു എന്ന് പറഞ്ഞ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി താൻ ഒരു സഭയിലേക്ക് കടന്നുപോയുണ്ടായി. But when he went, he was not even offered a seat. എന്നാൽ താൻ ആ ക്രിസ്തീയ സഭയിൽ കടന്നുപോയപ്പോൾ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, തനിക്ക് ഒരു കസേര പോലും അവർ കൊടുത്തിരുന്നില്ല. What they said is, find your own people and you belong to those people, so go and worship with them. തന്നോട് അവിടെയുള്ള ഒരു വ്യക്തി പറയുണ്ടായി, നീ നിന്റെ ജനത്തെ പോയി കണ്ടുപിടിക്കുക, അവരോടൊപ്പം നീ പോയി ആരാധിക്കുക എന്ന് പറഞ്ഞ് തന്നെ ആ സഭയിൽ നിന്ന് പുറത്താക്കി. The underlying is that there was racism. It was a clear racism because of the color of his skin. താൻ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട്, താൻ ഒരു ബ്രൗൺ സ്കിൻകാരനായതുകൊണ്ട് അവിടെയുള്ള ആ സൗത്ത് ആഫ്രിക്കൻ, അവിടെയുള്ള ആ പാശ്ചാത്യ രാജ്യത്തിലെ ആളുകൾ തന്നെ പുറത്താക്കിയുണ്ടായി. So then Mahatma thought, if Christian churches also have this discrimination, I better stay with the Hinduism as a religion where there is a caste system and still I can survive. അങ്ങനെയാണ് താൻ ചിന്തിക്കുകയുണ്ടായി, ക്രിസ്തീയ സഭയിലും ക്രിസ്തീയ സമൂഹത്തിലും ഇത് പഠിപ്പിച്ചിട്ടും അവർക്ക് ഈ വ്യത്യാസം മനുഷ്യരിൽ അവർ കാണുന്നു, അതുകൊണ്ട് ഹൈന്ദവ സമുദായത്തിൽ തന്നെ തുടർന്നാ മതി എന്ന് താൻ തീരുമാനിക്കുകയുണ്ടായി. But let me tell you something, that is not what the Bible is teaching. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, വേദപുസ്തകം അങ്ങനെ ഒരു കാര്യമേ പഠിപ്പിക്കുന്നില്ല. But that is how the people are wrong, or having these wrong practices of what being taught. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പലതും സമ്പ്രദായങ്ങളായി കടന്നു വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു തെറ്റായ വീക്ഷണമായി കടന്നു വരുന്നത്. The Bible teaches that to look into each person or the people of God as one in the same state as himself. ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന ഏത് മനുഷ്യനെയും ദൈവസന്നിധിയിൽ ഒരേ വ്യക്തിത്വമായി, ഒരേ വ്യക്തിയായി, ഒരേ മനുഷ്യനായി തമ്മിൽ യാതൊരു ഭേദമില്ലാതെ ഒന്നായി കാണുവാൻ കഴിയണമെന്നാണ് വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കൽ. Today we talk about inequality, discrimination, and people are after it. There are beautiful words being coined, but I would say long ago, when Christ died on the cross, he instituted that there is no Greek, right? There is no Jew, there is no slave, and there is no discrimination. Everyone in Christ is one. He is equal in the sight of the Lord. അതുകൊണ്ട് വളരെ സ്പഷ്ടമായി പറഞ്ഞുകൊള്ളട്ടെ, വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ താൻ സ്ഥാപിച്ചതും ഇതേ സത്യമാണ്. യവനനെന്നില്ല, യഹൂദനെന്നില്ല, യജമാനെന്നില്ല, അടിമയെന്നില്ല, എല്ലാവരും ഒരേ മനുഷ്യൻ ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ. Even it goes to say that there is no male and female. In the sight of God, you're one, you're equal. വേദപുസ്തകത്തിൽ വീണ്ടും സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, സ്ത്രീയെന്നും പുരുഷനെന്നും ദൈവസന്നിധിയിലില്ല, അവരെല്ലാം ഒരേപോലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. With that background, I would like to dwell from the other portions where we stop. I would urge you to read from chapter 2, verse 6 until 8. Let's read chapter 2, verse 6 until 8. 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്, അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദൂഷിക്കുന്നത്. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. So here again we see that you have dishonored the poor, which is already happened in the church. You have already dishonored the poor. That's how the James starts. അവിടെ യാക്കോബ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ dishonored the poor. 6. ആറാം വാക്യത്തിൽ ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്, അതായത് probably in a Malayalam translation it's a bit different. ദരിദ്രരായ ആളുകളെ ധനവാന്മാർ ചൂഷണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ്
5ന്റെ അവസാനം. ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു, നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ പ്രസ്താവന യാക്കോബ് തുടങ്ങുന്നത്. So you have dishonored the poor man, you have already done it. നിങ്ങൾ സഭയിൽ നിങ്ങൾ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു, നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. And then and he goes on to build his argument to state that, is it not the rich who oppress you? അതിനുശേഷം താൻ പറയുകയാണ്, ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? Is it not that they personally drag you into court? അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചുകൊണ്ട് പോകുന്നത്? And again he says that, do they not blaspheme the fair name by which you have been called? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? So in this case what we see is that we need to understand the context in which it was written. So when you look at it, on those days, the early days when the Christians were coming in, or the Christian churches being formed, when they were worshipping in the synagogue, most of the Jewish rich people looked down on this Christian faith and looked down on the people who believed in Jesus Christ. യഹൂദന്മാരുടെ കാലഘട്ടത്ത് ആദിമ നൂറ്റാണ്ടിൽ സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികളായി കടന്നു വന്ന ആളുകളെ തരം താഴ്ന്ന് നോക്കുന്ന ഒരു മനോഭാവം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെയുള്ള യഹൂദന്മാർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളെ കണ്ടിരുന്നത്, വീക്ഷിച്ചിരുന്നത്. And they also oppressed. For instance, if I have to say that, they would forcibly take their land and make the people to work in their land in a very terrible conditions. അതുകൊണ്ട് അവരെ അങ്ങനെ തരം താഴ്ന്ന് വീക്ഷിച്ചത് കൊണ്ട് തന്നെ അവരെ ചൂഷണം ചെയ്യുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഈ യഹൂദന്മാർ വന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാർ മറ്റുള്ള ദരിദ്രരായ ആളുകളുടെയും സ്ഥലം അവരുടെ നിന്ന് കവർന്നെടുത്ത് അവരെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാട് അല്ലെങ്കിൽ ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തുണ്ടായിരുന്നു. They used to abuse and take advantage of them. They used to oppress and exploit them. അവരെ ചൂഷണം ചെയ്ത് അവരെ യാതൊരു നിലയിലും അവർക്ക് ഗുണം വരാത്ത എല്ലാ നിലകളിലും അവരെ ചൂഷണം ചെയ്യുമായിരുന്നു. And this is the reason why probably in my last Bible study I mentioned that the poor used to come in poor clothes, like filthy, dirty clothes. I mentioned about it. അതുകൊണ്ടാണ് ആ സഭകളിൽ അന്ന് ദരിദ്രരായ ആളുകൾ വളരെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ അവർക്ക് ഇടാൻ പോലും നല്ല വസ്ത്രങ്ങളില്ലാതെ അവരുടെ കയ്യിൽ പണം ചെലവഴിക്കാൻ ഇല്ലാതെ വളരെ ദരിദ്രമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് അന്നത്തെ ആളുകൾ കടന്നു. They were slaves who were coming to worship the Lord after believing in him. കർത്താവിൽ വിശ്വസിച്ച് കടന്നു വരുന്ന ആളുകൾ അടിമകളായിരുന്നു. അടിമകളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ സഭയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. And that is the reason why they were coming in filthy clothes. അങ്ങനെ അവർ ചൂഷണം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ഇടാൻ പോലും നല്ല വസ്ത്രമില്ലാതെ അവർ സഭയിലേക്ക് കടന്നു വരുവാനിടയായി. So I'm coming back to saying that, but in our churches, since God has blessed us with enough things that we have, we should come in our best attire. That's there is no compromise in that. But for them, that was the best they could wear. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കുള്ളതിൽ നല്ലത് നമ്മൾ വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം. അതിലേക്ക് ഞാൻ തിരിയുന്നില്ല. എങ്കിലും അന്നത്തെ കാലത്ത് അവർക്ക് ഉടുക്കുവാൻ നല്ല വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം ഇങ്ങനെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു യഹൂദ സമ്പ്രദായം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. So what I'm saying is that the general rich Jews or the general population of the rich Jews were oppressing these believers of the Christians who were very poor. അതുകൊണ്ട് സമ്പന്നരായ യഹൂദന്മാർ, യഹൂദ മതവിശ്വാസത്തിൽ തുടരുന്ന സമ്പന്നരായ യഹൂദന്മാർ വിശ്വാസികളായി കടന്നു വരുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ നിലകൊണ്ടിരുന്നു. So why James is mentioning that here? എന്തുകൊണ്ടാണ് യാക്കോബ് ആ കാര്യം ഇവിടെ പറയുന്നത്? So what James is telling here is that if, like the people, the rich people, the crowd who is oppressing the believers like this, you are also of the same nature, because you're showing that kind of partiality to the poor. You're treating a poor believer terribly. So what's the difference between the crowd who is treating them like this and a rich believer who is sitting in the assembly? യാക്കോബ് പറഞ്ഞു വരുന്നതിന്റെ സംക്ഷിപ്തം ഇതാണ്. സഭയിൽ കടന്നു വരുന്ന വിശ്വാസികൾ തമ്മിൽ ധനവാനും ദരിദ്രനും തമ്മിലുള്ള വേർതിരിവ് സഭയിൽ കാണിക്കുന്ന ആളുകളോട് താൻ പറയുന്നത്, നിങ്ങളെ ചൂഷണം ചെയ്യുന്ന മറ്റുള്ള യഹൂദ ധനവാന്മാരെ പോലെ തന്നെയാണ് നിങ്ങൾ സഭയിൽ മുഖപക്ഷം കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. Right. There is no difference between them and you. You both are doing the same exploitation. You both are abusing the poor. You are taking the maximum use of the poor, and the same thing that you're doing. So what's the difference is what James is challenging to the readers here. പൊതുവിലുള്ള ക്രിസ്തീയ വിശ്വാസം അംഗീകരിക്കുന്ന ആളുകളെ
ചൂഷണം ചെയ്യുന്ന യഹൂദ മതത്തിലെ സമ്പന്നന്മാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെയാണ് സ്ഥലം സഭയിൽ ധനവാന്മാർ അല്ലെങ്കിൽ മുഖപക്ഷം കാണിക്കുന്നവരുടെ സ്വഭാവം രണ്ടും ഒന്നാണെന്നാണ് യാക്കോബ് ഇവിടെ വിളിച്ചു പറയുന്നത്. So the plain truth, what James like to put forth is this, that I put it on the bottom of the slide. God did not choose the rich because of his richness. എന്നാൽ യാക്കോബ് പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ സാരാംശം ഇതാണ്. നമ്മളിവിടെ താഴെ നമ്മൾ കാണുന്നത് പോലെ സമ്പന്നന്മാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം അവരുടെ സമ്പത്ത് കൊണ്ടല്ല, അവരെ രക്ഷിക്കുന്ന കൃപ കൊണ്ടാണ് അവരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേർക്കപ്പെട്ടത്. At the same time, God did not choose the poor because of his poverty. It is by his saving grace. ഒരു ദരിദ്രന്റെ ദാരിദ്ര്യം നിമിത്തമല്ല അവനെയും കൃപയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിക്കുന്ന കൃപ അവന്റെ മേൽ ചൊരിഞ്ഞത് കൊണ്ടാണ് അവനെയും സഭയിലേക്ക് കൂട്ടിച്ചേർത്തത്. So the rich man by God's saving grace and the poor man by God's saving grace is in the same status, is in the same position, because it's his saving grace that can save whether you're rich or poor. സമൂഹത്തിൽ ദരിദ്രനായിക്കൊള്ളട്ടെ സമ്പന്നനായിക്കൊള്ളട്ടെ ദൈവസന്നിധിയിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് ക്രിസ്തീയ സഭയിലേക്ക് ചേർക്കപ്പെട്ടത് രക്ഷിക്കുന്ന കൃപ കൊണ്ട് ആയതുകൊണ്ട് രണ്ടേം ഒരേ തട്ടിൽ ഒരേ തലാസിലാണ് ദൈവം കാണുന്നത്. അവർ രണ്ടുപേരെയും സഭയിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു. Now after stating this, after giving this foundational truth, after laying out this foundational truth straight into the believers, he is again building up the case on why this favoritism is not something that needs to be looked so simple. It is a clear sin that you need to look out seriously and weed out of your spiritual life. അടിസ്ഥാനപരമായി ഈ സത്യം താൻ സ്ഥാപിച്ചതിന് ശേഷം താൻ വളരെ സ്പഷ്ടമായി പറയുകയാണ്, ഈ മുഖപക്ഷം കാണിക്കുന്ന ഏർപ്പാട് അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവ വിശേഷത ദൈവസന്നിധിയിൽ തെറ്റാണ്, അത് ദൈവത്തിനെതിരെയാണെന്ന് താൻ വീണ്ടും ആവർത്തിക്കുകയാണ്. Now we are coming to the verse 8. If, however, you are fulfilling the royal law according to the scripture, you shall love your neighbor as yourself, you are doing well. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. And can you also read the verse 9? മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്തിൽ തെളിയുന്നു. Now this is James is addressing to the believers. The believers very clearly know about these laws. വിശ്വാസികൾക്ക് ഈ ന്യായപ്രമാണം, വിശ്വാസികൾക്ക് വേദപുസ്തകത്തിന്റെ പ്രമാണം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് താൻ വിശ്വാസികളോട് പറയുകയാണ്, the law is called as a royal law because it's a sovereign law and it has been advocated by Jesus Christ himself. ദൈവത്തിൽ നിന്ന് സ്ഥാപിക്കപ്പെട്ട ന്യായപ്രമാണവും കർത്താവായ യേശു ക്രിസ്തുവിനാൽ അടിസ്ഥിതമായിരിക്കുന്ന ഈ പഠിപ്പിക്കൽ ആയതുകൊണ്ട് അതിനെ രാജകീയ ന്യായപ്രമാണം എന്നാണ് യാക്കോബ് ഇവിടെ വിളിക്കുന്നത്. And there is another meaning to it, that love the Lord your God with all your heart, with all your soul, with all your strength and mind, and love your neighbor as yourself, put together is the royal law of all the law. There's another interpretation to this. സകല ന്യായപ്രമാണത്തിന്റെയും കേന്ദ്രം അല്ലെങ്കിൽ ഏക ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് ന്യായപ്രമാണം സ്നേഹത്തിൽ അടിസ്ഥിതമായതുകൊണ്ട് ഒരേ ന്യായപ്രമാണം, സകല ന്യായപ്രമാണത്തിന്റെയും പൂർത്തീകരണം ആ ഒറ്റ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് രാജകീയ ന്യായപ്രമാണമാണ്. We can see this being repeated 6 times in the synoptic gospels and 3 times in the epistles. നമുക്കറിയാം 3 സുവിശേഷങ്ങളിൽ 6 തവണയായിട്ടും 3 times in the epistles. ലേഖനങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. And because it is of that much importance, കാരണം അത്ര പ്രാധാന്യം ഈ ന്യായപ്രമാണത്തെ മുഴുവൻ അതിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. it takes its roots from Leviticus chapter 19 and verse 18. ലേവ്യ പുസ്തകം 19:18 നാം ഈ പ്രമാണം ആദ്യമായി കാണുന്നത്. Now if you look at this commandment or this particular law, it always works with loving God that we saw earlier. Love the Lord your God with all your strength, with all your soul, with all your heart and with all your mind. It works along with it. ഇവിടെ നാം കാണുന്ന ന്യായപ്രമാണം എന്ന് പറയുന്നത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന പ്രമാണം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പോകേണ്ട ഒരു പ്രക്രിയയും കൂടിയാണ്. You can see the both are joined with the word and, a conjunction and, so it's always work together in unison. അതുകൊണ്ട് ദൈവത്തെയും
നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രമാണമായിട്ടാണ് അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. So, which means that you cannot independently choose to love God but hate neighbor. In other way, you can choose to love your neighbor but hate God. It doesn't work out that way. അതുകൊണ്ട് വളരെ സ്പഷ്ടമായി നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയും, ദൈവത്തെ സ്നേഹിക്കുകയും അയൽക്കാരനെ സ്നേഹിക്കാതിരിക്കുകയും കഴിയുകയില്ല. അതുപോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. രണ്ടും ഒരേ നിയമമാണ്, ഒന്നിനോട് ചേർന്നിരിക്കുന്നു, അത് ഒന്നിച്ചേ കടന്നു പോകാൻ കഴിയുള്ളൂ. The experience of divine love, which has been experienced by us, the love for God is being worked out in your character, in your the working of faith through that is demonstrated to your neighbor. അതുകൊണ്ട് ദൈവത്തോടുള്ള എന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് എന്റെ അയൽക്കാരനോടുള്ള എന്റെ സ്നേഹം, ദൈവത്തോടുള്ള എന്റെ വിശ്വസ്തതയും ദൈവത്തോടുള്ള എന്റെ അകമഴിഞ്ഞ സ്നേഹബന്ധമാണ് എന്റെ അയൽക്കാരനോടുള്ള എന്റെ സ്നേഹവും എന്റെ കരുതലും കടന്നു വരുന്നത്. That is why these two are inseparable. They go always together. അതുകൊണ്ട് രണ്ടിനെയും തമ്മിൽ വേർപിരിക്കുവാൻ കഴിയില്ല. ഈ രണ്ട് പ്രമാണങ്ങളും ഒന്നിച്ചു കടന്നു പോകുന്ന പ്രമാണമാണ്. When I was reading this, it was interesting to know that there is a totally wrong interpretation to this verse. ഞാൻ ഇത് വായിച്ചപ്പോൾ ഈ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന പദത്തിന് അല്പം വ്യത്യസ്തപ്പെട്ട അല്ലെങ്കിൽ തെറ്റായ ഒരു വ്യാഖ്യാനം പലപ്പോഴായി നാം കാണുന്നുണ്ട്. And especially in the Western countries, and nowadays this teaching is becoming more and more rampant. So I want to emphasize on that to make ourselves clear. നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് വളരെ പഠിപ്പിക്കുകയും ഇന്ന് പല നിലകളിൽ ഈ ഒരു പ്രത്യേകമായ വ്യാഖ്യാനം നമ്മുടെ സമൂഹത്തിലേക്ക് അത് എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So the crux of this verse, you shall love your neighbor as yourself, is as yourself. That is the most important word in that particular law. ആ ന്യായപ്രമാണത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. So what is the wrong teaching or the misinterpretation of this is they took that as yourself first. അവര് എങ്ങനെയാണ് ഈ പ്രമാണം അവര് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പ്രമാണം ആദ്യം എടുത്തിട്ട് and they are declaring saying that you first should love yourself. എന്നിട്ട് പറയുകയാണ്, നീ ആദ്യം നിന്നെ തന്നെ ഒന്ന് സ്നേഹിക്കുക. Once you experience what it is about loving yourself, then you can show that love for others. നിന്നെ തന്നെ നീ ആദ്യം സ്നേഹിച്ചിട്ട് എന്നിട്ട് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയും. ആദ്യം നീ നിന്നെ തന്നെ സ്നേഹിക്കുക എന്നാണ് തെറ്റായ വ്യാഖ്യാനം ഇന്ന് പ്രചരിപ്പിക്കുന്നത്. And so if you have traveled in flight, you would have heard about these instructions, right? നമ്മള് വിമാനത്തിൽ കടന്നു പോകുമ്പോൾ അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ നമ്മൾ അവിടുത്തെ സ്റ്റീവാർഡ്സ് നമുക്ക് തരും. Yeah, when the oxygen level drops in the cabin from your above panel, an oxygen mask will drop. So you need to take this and put it for yourself before helping your friend. വിമാനത്തിൽ പോകുമ്പോൾ അവർ പറയുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന്, ഓക്സിജന്റെ ലെവൽ താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മീതെ തന്നെ ആദ്യം ഓക്സിജൻ വരും. നമ്മുടെ മൂക്കിൽ തന്നെ ആ സാധനം വെച്ചതിന് ശേഷമേ വേറെ ആരെങ്കിലും സഹായിക്കാൻ പോകാവൂ എന്ന് അവിടെ നമ്മൾ നിർദ്ദേശം കേൾക്കാറുണ്ട്. Bible doesn't teach that. വേദപുസ്തകം അങ്ങനല്ല അത് പഠിപ്പിക്കുന്നത്. That is the interpretation of the word or interpretation of the word of this particular verse. ഈ വാക്യത്തിന്റെ അടിസ്ഥാനമായി പലവിധമായ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഇതുപോലുള്ള നിർദ്ദേശങ്ങളും ലോകത്തിൽ വരാറുണ്ട്. So first love yourself, then you decide to love God and neighbors. ആദ്യം നിന്നെ തന്നെ സ്നേഹിക്കുക, എന്നിട്ട് വേണം നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ. But here the word of God teaches that very clearly that everybody loves oneself, right? We love ourselves. We always prioritize our things first. My job, my life, my wife, my kids, my husband, my wealth. It's our priority. That's how the human is built psychologically also. നമുക്കറിയാം മാനസികമായ നിലയിലും അല്ലെങ്കിൽ ശാരീരികമായ ഫിസിക്കലായിട്ട് എല്ലാ നിലകളിലും മനുഷ്യൻ സ്വസ്നേഹികളാണ്, അല്ലെങ്കിൽ അവൻ അവനെ തന്നെ സ്നേഹിക്കുന്ന, അവനെ തന്നെ കരുതുന്ന ജീവികളാണ്. അവർ എന്റെ കുടുംബം, എന്റെ ജോലി, എന്റെ ഉറക്കം, എന്റെ ഭക്ഷണം, എന്റെ രീതികൾ, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മുഖ്യമായ വിഷയം. So the Bible is teaching, as you love yourself, you need to love your neighbor. അതുകൊണ്ട് നീ എങ്ങനെ നിന്നെ തന്നെ സ്നേഹിക്കുന്നു, നിന്നെ തന്നെ കരുതുന്നു, നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. Same intensity, the same concern. നിനക്ക് നിന്റെ ശരീരത്തോടും നിന്റെ കാര്യങ്ങളോടും നിനക്ക് എന്തുമാത്രം വ്യഗ്രതയോ അല്ലെങ്കിൽ എന്തുമാത്രം ഇന്റൻസിറ്റിയോ ഉണ്ടോ, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിലും അവന്റെ കാര്യങ്ങളിലും നിനക്കുണ്ടാകണം എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. So what does it teach about how you love your neighbor in your practical life?
അതുകൊണ്ട് എങ്ങനെയാണ് പ്രായോഗികമായി നിന്റെ അയൽക്കാരനെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത്? You need to meet the physical and the spiritual well-being of your fellow believer. നിന്റെ അയൽക്കാരന്റെ, നിന്റെ കൂട്ടു സഹോദരന്റെയോ അവരുടെ ആത്മീയവും ശാരീരികവുമായ ആവശ്യങ്ങളിൽ അവരോടൊപ്പം പങ്കാളികളായി തീരണം. And if you don't do, the word of God teaches that you are committing a sin. അങ്ങനെ നിങ്ങളുടെ സ്നേഹം അയൽക്കാരനോടുള്ള, നിങ്ങളുടെ സഹവിശ്വാസിയോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നു. You see that in verse 9. You're committing a sin and you're convicted by the law of transgressors. രണ്ട് കാര്യങ്ങളോടെ പറയുന്നു. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്തിൽ തെളിയുന്നു. The definition for sin is, in a plain language, is you miss the mark. പാപത്തിന്റെ ആ വ്യാഖ്യാനം നമുക്കറിയാം. എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയില്ല, അല്ലെങ്കിൽ we miss the mark. Yeah, we miss the mark. And for the transgression, the simple plain language is you step over. ട്രാൻസ്ഗ്രഷന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ട് അതിൽ കടന്നു പോവുക എന്നുള്ളത്. ഒരു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുക. Yeah, you're willfully doing it. You know that you shouldn't do it, but you're doing it. നമുക്കറിയാം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ എഴുതപ്പെട്ടയും പ്രസ്താവിക്കപ്പെട്ട നിയമത്തെ നമ്മൾ അനുസരിക്കാതെ സ്വയം ഇഷ്ടത്താൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. So there is a line which is drawn. നമുക്കറിയാം ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു വര വരച്ചിട്ടുണ്ട്. And there's something written as do not cross over. നമ്മളറിയാം പലരുടെയും പ്രോപ്പർട്ടിയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു ലൈൻ വരച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിനപ്പുറം നിങ്ങൾ കടക്കരുത്. But knowingly you're crossing over, you're stepping over the line is called as transgression. മനഃപൂർവ്വമായി അപ്പുറം കടന്നാൽ അത് ട്രാൻസ്ഗ്രഷൻ, അത് ലംഘനമായി മാറുകയാണ്. And that is why James is saying that if you do not love your neighbor as yourself, you are committing a sin and you're convicted by law as transgressors. അതുകൊണ്ട് നിങ്ങൾ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കുന്നില്ല എങ്കിൽ രണ്ട് തരത്തിൽ നാം ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്യുന്നു. ഒന്ന്, നാം ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നു. രണ്ട്, നാം ലംഘനം ചെയ്യുന്നു. So the James is drawing and bringing together the intensity of the partiality and favoritism, which probably we didn't even have thought about it, right? This depth. അതുകൊണ്ട് മുഖപക്ഷത്തിന് അതിന്റെ ആ ഗൗരവം താൻ പറയുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മുഖപക്ഷം കാണിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്യുന്നു, തന്റെ നിയമത്തെ നിങ്ങൾ ലംഘിക്കുന്നു. ഇത് രണ്ടും ദൈവസന്നിധിയിൽ ഗൗരവമുള്ള വിഷയങ്ങളാണ്. With that, let's move on to the next two verses, 10 and 11. അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയിലിരിക്കാം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ഇല്ലെങ്കിലോ കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. So the James is coming out very clearly in establishing who would be considered as a transgressor and why. ആരാണ് ലംഘനക്കാർ, എന്തുകൊണ്ടാണ് അവരെ ലംഘനക്കാർ എന്ന് വിളിക്കുന്നത്? Can anyone here challenge that I am perfect in keeping law? Challenge. ആരെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുമോ? ഞാൻ ന്യായപ്രമാണം മുഴുവനും പൂർണ്ണമായി വെക്കുന്നു എന്ന് പറഞ്ഞ്. Can I say I'm perfected in it? I'm the one who keeps all the law intact and there is nothing which I'm doing in me. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും അക്ഷരം തെറ്റാതെ പാലിക്കുന്നവനാണ്, എന്നിൽ അതിൽ യാതൊരു ലംഘനവും കാണില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും? I am not the one. I'm totally agreeing to that. ഞാനുമില്ല. So the point what James is interestingly bring forth is whoever keeps the whole law and yet stumbles in one point, he becomes guilty of all. അതുകൊണ്ട് യാക്കോബ് പറയാണ്, ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാൽ ന്യായപ്രമാണം സംബന്ധിച്ച് മുഴുവനുമായി ഞാൻ അതിനെ ലംഘിച്ചിരിക്കുന്നു. So this is where I was trying to bring the point where you love the Lord your God with all your heart, with all your strength, with all your mind. You do all that. I do that piece, but I do not love the neighbor. You can't tell that. It doesn't work that way. And that's what James is trying to bring. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യാക്കോബും പറയാൻ ഉദ്ദേശിക്കുന്നതിന് ഇതേ കാര്യമാണ്. ഞാൻ എന്റെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു, ദൈവത്തെ കരുതുന്നു, ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തോട് എന്റെ കടപ്പാടും എന്റെ എല്ലാം ഞാൻ കൊടുക്കുന്നു.
പക്ഷെ എന്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് മുഴുവനും ലംഘനക്കാരനായി തീർന്നു. Because the law of God works in unity, it works in harmony. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം അത് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, അത് ഒന്നായി കടന്നു പോകുന്നു. So what it means is that it doesn't mean that if you are breaking one law, you're breaking the all the other laws which God has given us. അതിന്റെ അർത്ഥം ഞാൻ ഒരു ന്യായപ്രമാണം തെറ്റിച്ചതുകൊണ്ട് ബാക്കിയെല്ലാ ന്യായപ്രമാണം തെറ്റിക്കുന്നതിന് തുല്യമാണ് എന്നല്ല ന്യായപ്രമാണം പറയുന്നത്. But what it says that the unity or the harmony of the law is lost even if you stumble at one point. ന്യായപ്രമാണം സംബന്ധിച്ച് മുഴുവനും അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ലംഘിച്ചാൽ ആ ന്യായപ്രമാണം ഒന്നിച്ച് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് മുഴുവനും ലംഘനക്കാരനായി. You will still be considered as a violator of the law. ഞാൻ ഒരെണ്ണം ലംഘിച്ചാൽ പോലും ഞാൻ ന്യായപ്രമാണം തെറ്റിച്ചവനായി എന്നെ കണക്കാക്കുന്നു. You would be considered as guilty or as a lawbreaker. ന്യായപ്രമാണം തെറ്റിച്ചു ലംഘനക്കാരൻ എന്ന നിലയിൽ ഞാൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനാണ്. The best example that I could find that is you trying to knock a mirror or a glass. ഇതിനെ പറ്റിയ ഒരു ഉദാഹരണം എന്റെ മനസ്സിൽ വന്നത്, കണ്ണാടി നമ്മൾ പൊട്ടിക്കാൻ നോക്കിയാൽ, if you just try to hit the hammer in the mirror, നമ്മൾ ആ കണ്ണാടിയിൽ നമ്മളൊരു ചുറ്റിക എടുത്തിട്ട് എവിടെങ്കിലും നമ്മളൊന്ന് അടിച്ചു നോക്കിയാൽ, the point where it hits definitely is where the damage is done. എവിടെ നമ്മളത് അടിക്കുന്ന ആ പ്രത്യേകമായ സ്ഥലത്താണ് അതിന്റെ മുഴുവനും നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. But the mirror cracks or it breaks into pieces, the impact is spread all around the mirror. That is the impact that the sin is causing in the unity or the harmony of the law of God. എന്നാൽ കണ്ണാടി നമ്മൾ പൊട്ടിക്കുമ്പോൾ അടിച്ച സ്ഥലത്ത് മാത്രമല്ല, അതിന്റെ ആ മുഴുവൻ സ്ഥലങ്ങളിലേക്കും അതിന്റെ ആ നാശനഷ്ടത്തിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ പോയി നമുക്ക് കാണുവാൻ കഴിയും ആ കണ്ണാടി എങ്ങനെയാണ് ചിതറി പൊട്ടുന്നത്. Nobody can ask you that I hit only at this point within this dia, I hit that particular hammer, I'm only responsible for that. I cannot tell that. എനിക്ക് ചെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ കണ്ണാടിയുടെ ഒരു ഭാഗത്തെ മാത്രമേ ഇടിച്ചുള്ളൂ, അവിടുത്തെ നാശനഷ്ടം മാത്രമേ ഞാൻ പരിഹരിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അത് മുഴുവനും നശിച്ചു പോയി. The whole thing has to be changed. The whole thing has been damaged and you are liable for it. And that is what the Bible says, that though you are doing one sin, the unity and the harmony of the entire law that has been given to you is lost, and that you're considered guilty and you're considered as a violator and that you're considered as a lawbreaker. അതുകൊണ്ട് ന്യായപ്രമാണം സംബന്ധിച്ച് ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ ഈ ഉദാഹരണത്തോട് സമമായി എല്ലാം തെറ്റിക്കുന്നവനായി അല്ലെങ്കിൽ എല്ലാത്തിനും നാശനഷ്ടം വിതച്ചവനായി നിങ്ങളെ ദൈവസന്നിധിയിൽ കണക്കാക്കുന്നു, നിങ്ങൾ കുറ്റക്കാരനായി തീരുന്നു. And that's why James says that don't consider partiality and favoritism as a small deal, a small thing. അതുകൊണ്ട് മുഖപക്ഷവും മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കുന്ന ഫേവറിറ്റിസം അതൊരു ചെറിയ കാര്യമായിട്ട് കരുതരുത്. ദൈവസന്നിധിയിൽ പാപമാണ്, ന്യായപ്രമാണത്തെ മുഴുവൻ ലംഘിക്കുന്നവനായി നിങ്ങൾ മാറുകയാണ്. Though you keep the whole law, you do a partiality or a favoritism, you are still in disharmony of the law which the God has given. You are guilty of it. You are considered a transgressor. You are considered as a lawbreaker. അതുകൊണ്ട് ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ, ഈ മുഖപക്ഷം കാണിച്ചാൽ, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് ലംഘനക്കാരായി തീരുകയാണ്. Let's understand one more thing about the sin. All sin does not carry the same weightage. We know that, right? നമുക്കറിയാം എല്ലാ പാപത്തിനും ഒരേപോലെയുള്ള ശിക്ഷയല്ല. Being angry doesn't carry the same weightage as a murder. നമുക്കറിയാം കോപിക്കുന്നതിന്റെ ശിക്ഷയല്ല കൊലപാതകം ചെയ്യുന്നതിന്റെ ശിക്ഷ. Or probably the lust may not have the same weightage or in engaging in immorality or immoral behaviors. മോഹം എന്നുള്ളത് അല്ലെങ്കിൽ ജഡമോഹം എന്ന് പറയുന്നത് ജഡമോഹത്തിന്റെ ശിക്ഷയും അല്ലെങ്കിൽ നമ്മൾ വ്യഭിചാരം ചെയ്യുന്നതും തമ്മിൽ രണ്ട് തരത്തിലുള്ള ശിക്ഷാ വിധികളാണ്. But what James is trying to say is that it is not about the weightage of that particular sin, but you are in the sight of God, you are guilty, you are a violator, you are a lawbreaker. അതുകൊണ്ട് ഈ ശിക്ഷയുടെ അല്ലെങ്കിൽ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷയുടെ അളവനുസരിച്ചല്ല നിങ്ങൾ അതിനെ വീക്ഷിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ഈ ഒരു ന്യായപ്രമാണത്തെ ഞാൻ തെറ്റിച്ചു അല്ലെങ്കിൽ ആ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പാകെ ഞാൻ ഒരു കുറ്റക്കാരനായി തീർന്നു.
ദൈവത്തോടുള്ള എന്റെ ആ ഹാർമണി നഷ്ടപ്പെടുന്നു എന്നുള്ളത് നാം ചിന്തിക്കുവാനിടയാണ്. And that is what James says in the following verse of 11. Let's read that once again. അതാണ് താൻ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. Yeah, it doesn't matter whether you are not committing adultery, whether you are not doing a murder, you commit either of these two, you still would be considered as a transgressor of the law. അതുകൊണ്ട് വ്യഭിചാരം ചെയ്തു അതിന്റെ ശിക്ഷയെ ഞാൻ അനുഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നു അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നുള്ളൂ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഏതെങ്കിലും ഒരു ന്യായപ്രമാണം ഞാൻ തെറ്റിച്ചാൽ, ഒരു പ്രമാണം ഞാൻ തെറ്റിച്ചാൽ, ഞാൻ ലംഘനക്കാരനായി തീർന്നാൽ ഞാൻ ന്യായപ്രമാണത്തെ മുഴുവനും ലംഘിക്കുന്നവനായി തീരുന്നു. To give a better example to understand from a day-to-day's life, for example, a person is being caught in a murder. ഒരു കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണമായി, ഒരു വ്യക്തി കൊലപാതകം ചെയ്ത് അവനെ കുറ്റക്കാരനെന്ന് കണ്ടു എന്ന് വിചാരിക്കുക. But this person is pleading in the court of law, stating that I have been a perfect good husband, I have been a perfect father, I have been such a good son, I have been following all the traffic rules, I have been paying my taxes on time. He says all these are good points, but still it doesn't hold any weightage there. He is the transgressor of the law. He will be punished against that murder, the crime that he has done. ഒരു കൊലപാതകി അവൻ കോടതിയിൽ ചെന്നിട്ട് ഞാൻ നല്ല ഭർത്താവായിരുന്നു, ഞാൻ ട്രാഫിക് നിയമങ്ങൾ മുഴുവനും പാലിച്ചു, ഞാൻ സർക്കാരിന് കൊടുക്കാനുള്ള ചുങ്കമെല്ലാം കൊടുത്തു, എല്ലാം സ്പഷ്ടമായി ഞാൻ ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ പോലും അവന്റെ കുറ്റത്തെ മറയ്ക്കുവാൻ അവന് കഴിയില്ല. അവൻ ആ കോടതി സംബന്ധിച്ച് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവൻ കൊലപാതകിയാണ്, അതിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാകും. So it doesn't matter that you are doing a favoritism and a partiality, but you're saying that, you know what, I don't commit murder, I don't commit any kind of sin like adultery, but still you are transgressor of the law, and that is what James is pointing here. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ വേറെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അല്പം മുഖപക്ഷം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കാനോ ന്യായീകരിക്കുവാനോ കഴിയില്ല. മുഖപക്ഷം കാണിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ തെറ്റാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മുഴുവനായി അത് ലംഘിക്കുന്നു എന്നാണ് യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്നത്. Not only that, you're becoming a transgressor, you will be judged. നിങ്ങൾ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ ദൈവസന്നിധിയിൽ ദൈവം വിധിക്കും. So let's go and read verse 12 and 13 on this. അതുകൊണ്ട് 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. Here we see about the law of liberty. You are being judged by the law of liberty. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെ പറ്റി യാക്കോബ് ഇവിടെ പറയുന്നു. This term, law of liberty, is only used in the book of James. യാക്കോബിന്റെ ലേഖനത്തിൽ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ്. And it is used only twice in the book of James. യാക്കോബ് ലേഖനത്തിനെ 2 തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. Yeah, and it says that you will be judged by the law of liberty. എങ്ങനെയാണ് വിശ്വാസികളെ ദൈവം വിധിക്കുവാൻ പോകുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച് നിങ്ങളെ ദൈവം വിധിക്കും. So a warning, a statement to enforce in your life is James drawing by stating that you need to watch how you speak, you need to watch how you act. അതുകൊണ്ടാണ് താൻ പറയുന്നത് 12-13 വാക്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. So what does this law of liberty mean? എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം? We know that Jesus Christ died for us on the cross of Calvary. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു കാൽവരി കൊലമരത്തിൽ മരിച്ചു. And we have been freed from the bondage of sin. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. No more the ceremonial law of Moses that we follow and abide by. മോശയുടെ പ്രമാണം അനുസരിച്ച് ഒന്നും നമുക്ക് പാലിക്കേണ്ടതില്ല. We are under his grace. നമുക്ക് കർത്താവിന്റെ കൃപയാണ്. And that is why we are judged by the law of liberty, which means we have the freedom to choose what we need to act or what we ought to speak. അതുകൊണ്ട് ദൈവകൃപയുടെ അടിസ്ഥാനത്തിന്മേൽ നമ്മളെ രക്ഷിക്കപ്പെടുത്തിയത് കൊണ്ട് we will have the freedom to choose
how to speak or how to act. അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉള്ളത് കൊണ്ട് ഈ ന്യായപ്രമാണത്തെ, ഈ ഒരു പ്രത്യേകമായ ക്രിസ്തീയ ബന്ധത്തെ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നു. We would be judged by the law that gives us freedom. നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ന്യായപ്രമാണം കൊണ്ടാണ് അവൻ നമ്മെ വിധിക്കുവാൻ പോകുന്നത്. Let's read Galatians 5:1. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. Yeah. So we have been set free and we enjoy that freedom in Christ. We have been released from the bondage of sin. നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. Let's also read the same chapter, verse 13. അതേ അധ്യായത്തിന്റെ 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുകയും. So this gives you the freedom. The law of liberty gives you the freedom. It is not like what has been defined in the Mosaic law. മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രസ്താവിച്ചതിനേക്കാൾ ഉപരിയായി ഈ ക്രിസ്തുവിൽ നാം ഏകീഭവിക്കുമ്പോൾ, അവന്റെ മക്കളായി തീരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഈ പ്രമാണമാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്, അടിമനുഖത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. It is enabled by the Spirit. The law is written in our hearts by the Holy Spirit, and it is enabled by the Spirit. പരിശുദ്ധാത്മാവിനാൽ ഈ പ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി ഒരു പുതിയ ഉടമ്പടിയിലേക്ക് ദൈവവുമായി നാം കടന്നു വന്നിരിക്കുകയാണ്. Of course, we do have the moral law and code of conduct to practice and to follow. നമുക്ക് ധാർമ്മികമായ ന്യായപ്രമാണവും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. But there is no binding to the ceremonial Mosaic law, what it teaches. We are free to eat what we are free to eat. We are free to go to the temple or the church to worship. There is no feast that we follow. So there are certain things that is being taken away from the Old Testament, and we are in Christ. We are a new creature, a new creation, and we enjoy that freedom in Christ. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് നാം ദേവാലയത്തിൽ പോകുമ്പോൾ ചീട്ട് മേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൈ കഴുകണം, അല്ലെങ്കിൽ ചിലത് കഴിക്കാൻ പാടില്ല, ചിലത് കഴിക്കണം, ചിലത് നമുക്ക് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന കുറെ നിയമങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് സ്വാതന്ത്ര്യമുള്ള ഒരു നിയമത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവികമായ ഒരു പുതിയ പ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം എഴുതിയിരിക്കുന്നു. അതിൽ നാം സ്വതന്ത്രരാണ്. നമുക്ക് കഴിക്കേണ്ടത് നമുക്ക് കഴിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വളരെ വളരെ കൃപയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം. യാതൊരു നിലയിലുമുള്ള മോശയുടെ ന്യായപ്രമാണം നമ്മുടെ തലയ്ക്ക് മീതെ ഇന്നില്ല. And that is why we could see that we have a freedom from the bondage of the law, freedom to serve God freely, freedom to obey God, freedom from discrimination. There is no Jew, Gentile, nothing. We have a freedom from discrimination because we are one in Christ. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച് നാം ദൈവസന്നിധിയിൽ നാം സ്വതന്ത്രരാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ വരാം, സ്വാതന്ത്ര്യത്തോടെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാം, ഒന്നിച്ചിടപെടാം. യഹൂദനോ യവനോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒന്നായ ഒരേ പ്രമാണത്തിനടിയിലേക്ക് ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. The law of liberty, as I said, that has its own moral law and code of conduct, but it finds its very basis in the character of God himself. ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം ധാർമ്മികമായും അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് നാം പാലിക്കേണ്ട ഈ ന്യായപ്രമാണം കടന്നു വരുന്നത്. What the Mosaic law was not able to accomplish was written in our hearts by the Spirit, and we are bound to follow. മോശയുടെ ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാത്തത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പിതാവായ ദൈവം എഴുതിയ ഒരു പുതിയ പ്രമാണമുണ്ട്. Since every believer is indwelt by the Spirit, every believer will manifest the fruit that is produced in him or her. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചത് കൊണ്ടും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് കൊണ്ടും
അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫലമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ പ്രമാണം കൊണ്ടുവരുന്നത്. So what James is trying to say is that you have the liberty to choose whether you need to be partial, whether you need to be impartial, whether you need to show a discrimination or not. But end of the day, you will be judged by this law of liberty, which gives you the freedom. അതുകൊണ്ട് യാക്കോബ് പറയുന്നത് സ്വയമായി തീരുമാനിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുഖപക്ഷം കാണിക്കണോ, കാണിക്കണ്ടേ? നിങ്ങൾ സഭയിൽ വരണോ, വരണ്ടേ? എന്ത് സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് ചെയ്താലും ഈ ന്യായപ്രമാണം, ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണ പ്രകാരം തന്നെ ദൈവം നിങ്ങളെ വിധിക്കും. And one day you would be standing in front of the judgment seat where whatever you have done good, whatever you have done wrong in your body will be assessed. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച് നിങ്ങളെ വിധിക്കും. And that's why this law of liberty, you would be judged under this law of liberty. So ensure how you speak, how you act. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. With that, we go to the verse 13. What would be the judgment, or what the judgment is all about? എങ്ങനെയാണ് കർത്താവിന്റെ ന്യായാസനം, എങ്ങനെയാണ് കർത്താവ് നമ്മളെ വിധിക്കുവാൻ പോകുന്നത്? കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. We know the definition for mercy is withholding deserved punishment. നമുക്കറിയാം, കരുണ എന്ന് പറയുന്നത് കിട്ടേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാണ് കരുണ. In terms of our salvation, we have received mercy from God, because as a sinner we are supposed to be punished, but God says, I have taken that punishment on your behalf that you are free. അർഹിക്കുന്നത് ലഭിക്കാതെ നമ്മളെ രക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. ക്രിസ്തീയ കർത്താവിന്റെ വീണ്ടെടുപ്പിൽ നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധി എല്ലാം കർത്താവ് ഏറ്റെടുത്ത് തന്നിൽ തന്നെ താൻ അത് അനുഭവിച്ചത് കൊണ്ട് നമുക്ക് കരുണ ലഭിച്ചിരിക്കുന്നു. He is the withholdment of the deserved punishment, which means that we should have been the person who should have been punished, but we didn't take the punishment. Someone else took that punishment on himself. നമുക്കായിരുന്നു ദൈവത്തിന്റെ ന്യായവിധി സംബന്ധിച്ച്, പാപം സംബന്ധിച്ച് നമ്മളെയായിരുന്നു ദൈവം ന്യായവിധിക്കേണ്ടത്, നമ്മളായിരുന്നു മരണം അനുഭവിക്കേണ്ടത്, നമ്മളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. പക്ഷെ കർത്താവ് കടന്നു വന്ന് നമ്മിൽ നിന്ന് ആ ശിക്ഷ എടുത്തു മാറ്റി കർത്താവിലേക്ക് ആ ശിക്ഷ കൊണ്ടുപോയി കർത്താവ് അനുഭവിക്കേണ്ടി വന്നു. That is being merciful. God is merciful. He doesn't punish according to what we deserve. അതുകൊണ്ടാണ് അതിനെ കരുണ എന്ന് വിളിക്കുന്നത്. എനിക്ക് ലഭിക്കാൻ അർഹമായത് എനിക്ക് ലഭിക്കാതെ അത് ക്രിസ്തുവിലേക്ക് കർത്താവ് കൊണ്ടുപോയി, അതാണ് കരുണ. So James is now pointing to the believers and saying that you are believers. Each one of you are believers. You have enjoyed this mercy from God. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, നിങ്ങളെല്ലാം വിശ്വാസികളാണ്, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കരുണ ലഭിച്ചിട്ടുണ്ട്. But why is that mercy not evident in your action? അങ്ങനെയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ കരുണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രക്രിയ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തികളിൽ എന്തുകൊണ്ട് ഈ കരുണ കാണുന്നില്ല? If you have truly received mercy from God, if you have a conviction that you have truly received this mercy from God, you cannot deny mercy to others. ദൈവത്തിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാതെ നമുക്ക് ദൈവം കരുണ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കുവാൻ കഴിയില്ല. എന്നിൽ നിന്ന് കരുണ പുറപ്പെടും. Because that is how we respond to the great mercy of God that we receive in others' life. അങ്ങനെയാണ് ദൈവം നമുക്ക് നൽകിയ ആ വലിയ കരുണയോട് നാം പ്രതികരിക്കുന്നത്, മറ്റുള്ളവരോട് നാം കരുണ കാണിക്കും. If we have this character of being merciful like God in our life, or trying to practice that in our life, അതുകൊണ്ട് ദൈവത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാനായി നാം തയ്യാറായാൽ, when we stand in front of the judgment, we would be confident to stand in His presence, because I have been merciful to others like the way my Lord has been merciful to me. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളെ വിധിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കരുണ ലഭിച്ചോ, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള പ്രാഗൽഭ്യത്തിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയും. You will have that confidence to stand in the front of our Lord who saved me
to stand in confidence because I have been merciful, because that is the character of God that I enjoyed in my life, that I've shown to others. എനിക്ക് ലഭിച്ച, ഞാൻ എന്റെ ജീവിതത്തിൽ ആസ്വദിച്ച, ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവ് ഏറ്റുവാങ്ങി. അതേപോലത്തെ കരുണ മറ്റുള്ളവരോട് ഞാൻ കാണിക്കുമ്പോൾ, ഞാൻ സ്വർഗസിംഹാസനത്തിൽ മുമ്പാകെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ കരുണ കാണിച്ചു എന്നുള്ള ബലം, ധൈര്യം എനിക്ക് ലഭിക്കുകയും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയും. And that is why mercy triumphs over judgment. അതുകൊണ്ടാണ് കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. Judgment is something as a serious business. നമുക്കറിയാം, ദൈവസന്നിധിയിലെ ന്യായവിധി എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. But if you have been demonstrating that mercy in your life, you have been merciful to others, you are demonstrating the character of God in your others, you would be standing in confidence on that judgment day. അതുകൊണ്ട് മറ്റുള്ളവരോട് നാം കരുണ കാണിക്കുവാനായി നമുക്ക് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മുമ്പാകെ ദൈവം നമ്മെ വിധിക്കുമ്പോൾ എനിക്ക് കരുണ കാണിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള പ്രാഗൽഭ്യത്തോടു കൂടെ നിൽക്കുവാൻ കഴിയും. With that, James, that's why he's concluding and saying that watch how you speak, watch how you act. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുവിൻ. Because there is a day of judgment is waiting for you and you should be judged in mercy. അതുകൊണ്ട് നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തികളെ ദൈവം തൂക്കി നോക്കുന്ന ഒരു ദിവസത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണപ്രദമാകും. For the word says that the judgment will be merciless to the one who shows no mercy. യാക്കോബ് ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. The better interpretation of this is, suddenly you can ask me that, would there be anyone who is be standing in front of God who's really merciless? ഒരു പക്ഷെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുവാൻ കഴിയും, ദൈവസന്നിധിയിൽ No, the one who is yeah. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഇതിനെ തിരിച്ചു ചോദിക്കുവാൻ കഴിയും. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ഒരു വിശ്വാസി, ആരെങ്കിലും ഒരു വിശ്വാസിക്ക് ഇങ്ങനെ കരുണയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ കഴിയുമോ? Because the judgment says the judgment will be merciless to the one, because the God is not showing no mercy on him, because he has not shown mercy at all. കാരണം അവിടെ നാം യാക്കോബ് പറയുന്നത്, നിങ്ങൾ ആരോടും കരുണ കാണിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിങ്ങൾക്ക് യാതൊരു കരുണയുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കരുണയില്ലാ ലഭിക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരാൾ അവിടെ ചെന്ന് നിൽക്കുവോ? When I try to find an answer, most probably it could be no. എന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം, ദൈവസന്നിധിയിൽ ഇങ്ങനെ കരുണയില്ലാതെ ആരെയും ന്യായവിധിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയില്ല. കാരണം അവിടെ ചെന്ന് നിൽക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദൈവസന്നിധിയിൽ നിന്ന് കരുണ ലഭിക്കും. That is not what I'm trying to say. What I'm trying to say is that if you enjoy that mercy of God, if you're a child of God, you cannot be in your life without showing mercy to others. പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ മക്കളായി തീർന്ന് കരുണ ലഭിച്ച ആരെങ്കിലും ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഒരു കാരണവശാലും കരുണയില്ലാത്ത ജീവിതം നയിക്കുവാൻ കഴിയില്ല. മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ടുള്ള മനോഭാവവും കൃപയും ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തിക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ ദൈവസന്നിധിയിൽ ഈ ഒരു വീക്ഷണത്തിൽ വിധിക്കപ്പെടുകയില്ല. And that is what James is trying to bring forth. അതുകൊണ്ടാണ് യാക്കോബ് ഇത് മുന്നോട്ട് കടന്നു. It is a character of God. If you are a believer of God, you are a child of God, you would be a merciful person. You cannot be a merciless person. ഇതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ ദൈവത്താൽ ജനിക്കപ്പെട്ടവർ. ഈ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കരുണ കാണിക്കുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് കരുണ കാണിക്കാതിരിക്കാൻ കഴിയില്ല. അവനിൽ നിന്ന് കരുണ പുറപ്പെടും. അങ്ങനെയുള്ള ഒരാൾ കരുണ കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. And not only that, the person who is merciful to others, God is keeping an account of it. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ, വിശ്വാസികൾ കരുണ കാണിക്കുന്നവരുണ്ടെങ്കിൽ, കരുണ കാണിക്കുന്നവരാണ് അവർ, കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണക്ക് ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Not only that, God would be merciful to you. ദൈവം നിങ്ങളോടും കരുണ കാണിക്കും. We see that in the Sermon on the Mount, chapter 5 and verse 7. Blessed are the merciful, for they shall receive mercy. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കരുണ ലഭിച്ചവർ, blessed are the merciful, കരുണ ലഭിച്ചവർക്ക് കരുണ ലഭിക്കും.
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവസ്ഥാനത്തിൽ നിന്ന് കരുണ ലഭിക്കും. Yeah, they will receive mercy from God. അവർ ദൈവസ്ഥാനത്തിൽ അവർക്ക് കരുണ ലഭിക്കും. So what I'm concluding here by stating that do not look at favoritism or partiality as a simple thing. It is bound to be counted as a transgression, as a sin, and not only that, there is be a judgment waiting for you. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവസന്നിധിയിൽ മുഖപക്ഷം കാണിക്കരുത്. അത് ലളിതമല്ല, ഗൗരവമുള്ളതാണ്, പാപവും ലംഘനവുമാണ്. യാതൊരു നിലയിലും ആരോട് മുഖപക്ഷം കാണിക്കുവാൻ നമുക്കിടയാകരുത്. Bible says that love your neighbor as yourself. രണ്ടാമതായി വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ അയൽവാസിയെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. It's very difficult. അത് വളരെ ബുദ്ധിമുട്ടുള്ള It കാര്യം. is not as simple as it looks. അത് പറയുന്നതും അത്ര എളുപ്പമല്ല. അത് But practicing is very, very difficult. അത് പ്രായോഗിക തലത്തിൽ അയൽവാസിയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. It is to be consciously ingrained into us in our action, in our how we speak. മനഃപൂർവമായി ദിനംതോറും അതൊരു കണ്ടിന്യൂവൽ ഹാബിറ്റ് ആയിട്ട് എന്റെ പ്രവൃത്തിയിലും എന്റെ സംസാരത്തിലും എന്റെ പ്രവർത്തന പദത്തിലെല്ലാം അത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. We know that nobody is perfect keeping the law. നമുക്കറിയാം, ന്യായപ്രമാണം സൂക്ഷിക്കുന്ന ആരും പൂർണ്ണരല്ല. But then we need to seek grace each day to grow in His mercy, to grow in His love, and to help and to seek help from the Lord to keep His law. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കരുണ ലഭിക്കുന്ന ദൈവത്തോട് യാചിച്ച് കൃപ നൽകുവാൻ, തന്റെ ന്യായപ്രമാണത്തെ പാലിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. It is not that you are not a murderer, you are not an adulterer, you are not committing adultery. It doesn't matter. I don't think anyone here who is coming to our church would even, commit those things. It doesn't matter. But James saying that beyond that, look this, you are to disharmony, you're causing a disharmony to the law which God has given by doing partiality or favoritism. It is something that we need to introspect ourselves and find an answer. നമ്മുടെ സഭയിൽ വരുന്ന ആരും ഒരു പക്ഷേ കൊലപാതകികളോ വ്യഭിചാരികളോ കാണില്ലായിരിക്കാം. എങ്കിലും ദൈവസന്നിധിയിൽ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നെങ്കിൽ ന്യായപ്രമാണം സംബന്ധിച്ച് മുഴുവൻ ലംഘനക്കാരായി തീർന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ യാതൊരു നിലയിലും മറ്റുള്ളവരുടെ മുഖപക്ഷം കാണിക്കുവാനിടയാകരുത്. യഥാർത്ഥ സ്നേഹം കാണിക്കുവാനിടയാകണം. God is the one who shows mercy, so be merciful to others. ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമായതുകൊണ്ട് മറ്റുള്ളവരോടും കരുണ കാണിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let the Lord bless His words and thanks to the translation. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ.